ദേഷ്യത്തെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. പലരും പറയാറുണ്ട് ദേഷ്യപ്പെടാൻ പാടില്ല, മതങ്ങളൊക്കെ പറയാറുണ്ട് ദേഷ്യപ്പെടാൻ പാടില്ല എന്ന്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദേഷ്യമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മനുഷ്യന് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഏതൊരു മനുഷ്യനായാലും ദേഷ്യം സ്വാഭാവികമായിട്ട് അവർക്ക് വരും. ആ ദേഷ്യം വന്നാൽ നമ്മൾ പ്രതികരിക്കുകയും വേണം. പക്ഷെ പ്രതികരിക്കുന്ന രീതിയാണ് വ്യത്യാസമുള്ളത്. നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴും അതല്ലെങ്കിൽ വീട്ടിൽ ഭാര്യയോടാണെങ്കിലും മാതാപിതാക്കളോടും കൂട്ടുകാരോടൊക്കെ ആണെങ്കിലും ദേഷ്യം വരുന്നതാണെങ്കിൽ അത് പ്രതികരിക്കുക തന്നെ വേണം. പക്ഷെ പ്രതികരിക്കുന്ന രീതിയിൽ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ചില ആളുകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം. അതാണ് നമ്മൾ മാറ്റേണ്ടതുള്ളൂ. അല്ലാത്ത ദേഷ്യം എന്ന് പറയുന്നത് പിടിച്ചു നിന്നാൽ നമുക്ക് കൂടുതൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും നമ്മുടെ ശരീരത്തിന് തന്നെ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇങ്ങനെ ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വിഷ്വലൈസേഷനിലൂടെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ആ ദേഷ്യം വന്ന മുമ്പ് നമ്മൾ ദേഷ്യപ്പെട്ടതും ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ കാര്യം നിങ്ങളൊന്ന് എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെക്കുക. ഓർത്തിട്ട് പുതിയതായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ പെരുമാറാൻ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിൽ പെരുമാറുന്നതായിട്ട് ഒന്ന് വിഷ്വലൈസേഷൻ ചെയ്താൽ പതിയെ പതിയെ ഒന്നോ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പിന്നീട് ഒരു ദേഷ്യം വരുമ്പോൾ കൂളായിട്ട് സംസാരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഈ ഈ പ്രതികരണ ശേഷി നമ്മൾ ഉണ്ടാക്കിയതാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റും. അതല്ലാതെ ദേഷ്യപ്പെടേണ്ടി വരും, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടി വരും. മനസ്സിൽ നിങ്ങൾ മൂടി വെക്കരുത്. അത് മൂടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ അത് രോഗിയാക്കുകയും നിങ്ങൾ തന്നെ ആ ദുരിതത്തിലാകുകയും ചെയ്യുമെന്നുള്ളതാണ്.